സ്നേഹസാന്ത്വനങ്ങൾക്കൊരു വീടൊരുങ്ങുകയും അതിന് മനുഷ്യത്വത്തിന്റെ സൗരഭ്യം നൽകുകയും ചെയ്തിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ. പാലിയേറ്റീവ് കെയർ രംഗത്തെ പ്രവർത്തനങ്ങളിൽ സ്വയം അർപ്പിച്ച് മറ്റുള്ളവരുടെ ദുഃഖമകറ്റാൻ യത്നിക്കുന്നു ഇവിടെ എൽസ ക്രിസ്റ്റീബായ് എന്ന സ്നേഹവതി. എനിക്ക് അറിവായ കാലം തൊട്ട് മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ വളരെയധികം അതെന്നെ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ മാക്സിമം അവരെ സഹായിക്കാറുണ്ടായിരുന്നു. എന്നാൽ 2 വർഷങ്ങൾക്ക് മുൻപ് മലയാള മനോരമ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കെയർ ട്രെയിനിങ്ങിനെ പറ്റി പത്രത്തിൽ കാണുകയും അതും പ്രകാരം ഞാൻ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത് ആ ട്രെയിനിങ്ങിനെ പറ്റി മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്നുള്ള എല്ലാ ട്രെയിനിങ്ങിലും പങ്കെടുത്തപ്പോൾ അത് എൻ്റെ ആശയങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഒരു യൂണിറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം വന്നു. അപ്പോൾ യൂണിറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ വിളവൂർക്കൽ വെളുപ്പിൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് സുരഭി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രജിസ്റ്റർ ചെയ്ത് രോഗികളെ കണ്ടെത്താനായി ഇറങ്ങി തിരിച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും കൂടുതൽ വളരെയധികം അവശത അനുഭവിക്കുന്ന ഒത്തിരിയേറെ രോഗികളെ കണ്ടെത്താനായി സാധിച്ചു. എനിക്കിന്നിപ്പോൾ 47 രോഗികളുണ്ട്. പാലിയം ഇന്ത്യയും രാജേശ്വരി ഫൗണ്ടേഷനും നൽകുന്ന പിന്തുണയും പിന്നെ വികലാംഗ കോർപ്പറേഷനിൽ ജോലി ചെയ്ത് കിട്ടുന്ന സ്വന്തം ശമ്പളവും കൊണ്ടാണ് എൽസ ചേച്ചി ഈ ആതുര ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്. തുടക്കത്തിൽ ഫണ്ട് കുറവായതുകൊണ്ട് ഒരു കേസ് ഷീറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് പാലിയം ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഡോക്ടറെ കൊണ്ടുവന്നാണ് രോഗിയെ നോക്കുന്നത്. പിന്നെ രാജേശ്വരി ഫൗണ്ടേഷനും ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്ന് നമുക്ക് സഹായിക്കുന്നുണ്ട്. ഈ 2 തരത്തിലല്ലാതെ മറ്റൊരു പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ഇതുവരെ സഹായമൊന്നും കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ പിരിവിനിറങ്ങി 6000 രൂപയോളം പിരിഞ്ഞു കിട്ടി. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ ശമ്പളത്തിലാണ് രോഗികളുടെ ചികിത്സാ വിധിയെല്ലാം ചെയ്യുന്നത്. ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത തന്റെ സംഘടനയിലൂടെ ഒരുപാട് മഹത്തായ സ്വപ്നങ്ങൾ എൽസ ക്രിസ്റ്റീബായ് കാണുന്നുണ്ട്. ഭക്ഷണവും മരുന്നുമില്ലാതെ ഒരാളും ഒരു നാളും കഷ്ടപ്പെടരുതെന്ന് എൽസ ചേച്ചി ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പാലിയേറ്റീവ് പ്രവർത്തനം തുടങ്ങിയിട്ട് ഏതാണ്ട് 2.5 വർഷത്തോളമായി. ഞാൻ ഈ പ്രവർത്തനത്തിൽ മുന്നോട്ട് വന്നത് തന്നെ ഒരു രോഗി പോലും ആഹാരമോ മരുന്നോ നോക്കാൻ ആരും ഇല്ലാതെയോ വിഷമിച്ച് കഷ്ടപ്പെടേണ്ട ഇട വരരുത്. കാരണം ഞാൻ ആദ്യം പോയി കണ്ട രോഗി അടുക്കാൻ വയ്യാത്ത ദുർഗന്ധവും നമ്മൾ അറയ്ക്കുന്ന രീതിയായിരുന്നു. തക്കതായ ചികിത്സ കിട്ടാഞ്ഞിട്ടാണ് അവർ ആ അവസ്ഥയിലോട്ട് പോയത്. അതുകൊണ്ട് എനിക്ക് ഫണ്ട് കിട്ടിയാൽ സ്വന്തമായിട്ടൊരു കെട്ടിടം, ഒരു ആശുപത്രിയിൽ ഈ പാലിയേറ്റീവ് കെയറിന്റെ ഡോക്ടർ സ്ഥിരം താമസിക്കാനുള്ള ഒരു സജ്ജീകരണത്തോടു കൂടിയ ഒരു ആശുപത്രി. അങ്ങനെ വരുമ്പോൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഒരു രോഗി പോലും ചികിത്സയോ ആഹാരമോ ഒന്നും ഇല്ലാതെ വിഷമിക്കേണ്ട അവസ്ഥ വരില്ല. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെതായ അടുക്കും ചിട്ടയുമുണ്ട്. രോഗിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ആദ്യമായി ഒരു രോഗിയെ കാണാൻ പോകുമ്പം പാലിയേറ്റീവ് കെയർ വാളണ്ടിയർ, ഡോക്ടർ, നേഴ്സ് എന്നിവർ ഉൾപ്പെട്ടാണ് പോകുന്നത്. പാലിയേറ്റീവ് കെയർ രോഗിയെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതിനൊരു കേസ് ഷീറ്റ് ഉണ്ട്. ആ കേസ് ഷീറ്റിൽ രോഗിയുടെ എല്ലാ വിവരങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അതിൽ രേഖപ്പെടുത്തിയിട്ട് ഏതുതരം സഹായമാണ് നമുക്ക് വേണ്ടതെന്ന് ആ കേസ് ഷീറ്റിലൂടെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവരുടെ ചികിത്സാ വിധിയിലോട്ട് കിടക്കും. എൽസ ചേച്ചിയോടൊപ്പം ഞങ്ങളൊരു രോഗിയെ കാണാൻ ചെന്നു. കഴിഞ്ഞ 17 വർഷമായി നടുവൊടിഞ്ഞ് കിടപ്പിലായ ലാസർ ചേട്ടന്റെ വീട്ടിൽ ഞങ്ങൾ കണ്ടറിഞ്ഞത് എൽസ ചേച്ചി നൽകുന്ന സ്നേഹപരിചരണങ്ങളും സാന്ത്വനവും. 93 ഒരാളിനെ സഹായിക്കാനായിട്ട് നടത്തി കരുത്ത് മരക്കൊണ്ടൊന്ന് ത്യാഗയില്ലെങ്കിൽ വീഴുന്നു ഷോക്കടിച്ച് ഇവിടം പൊട്ടിപ്പോയി. അതിനുശേഷം ആണ് സംഭവിച്ചത്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 11 മാസം തികഞ്ഞ അന്നാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. എൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് വീണത്. ആഗസ്റ്റ് മാസം 28-ാം തീയതിയാണ് എൻ്റെ ഭാര്യ പ്രസവിക്കുന്നത്. 1 മാസത്തിലായിരുന്നു അത് എൻ്റെ വീഴ്ചയും എൻ്റെ ഭാര്യയെ പ്രസവിക്കുന്നത്. എനിക്കൊരു മകളുണ്ട്. +2 പഠിക്കുന്ന റോജി എന്നാണ് പേര്. നല്ല പഠിക്കാൻ നല്ല സാമർഥ്യമുണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായതുകൊണ്ട് അങ്ങനെ പോവുകയാണ്. മാസം ഒരിക്കലും വരുന്നുണ്ടോ? പിന്നെ മാസത്തിൽ നേഴ്സുമാർ വരും. മാസത്തോറും നിർമ്മല ഡോക്ടർ, പിന്നെ ഷിബു ഡോക്ടർ, ബാക്കി 2 പേരാണ് സ്ഥിരമായിട്ട് വരുന്നത്.
അല്ലാത്തപ്പോ ആഴ്ചയിലൊരിക്കൽ തന്നെ അവർ വന്നു എല്ലാം ഗുളികയിലുണ്ടെങ്കിൽ അവർ ഗുളിക തരും. ഞാൻ ഈ പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ എന്റെ 2 കുഞ്ഞുങ്ങളും എനിക്ക് പൂർണ്ണമായ പിന്തുണ തന്നു. വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തിട്ട് രോഗികളെ നോക്കാൻ പോകുന്നതിന് അവരുടെ പരിപൂർണ പിന്തുണയുണ്ട്. അവരും കൂടെ എനിക്ക് നേരത്തെ പോകാനായിട്ട് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇതൊരു ഒറ്റയാൾ യജ്ഞമാണ്. ഇതിനു വേണ്ടത് അലിവുള്ളൊരു മനസ്സാണ്. അത് എൽസ ചേച്ചിക്കുണ്ട്. ഇനി വേണ്ടത് ഉദാരമതികളുടെ സ്നേഹ സഹകരണമാണെന്ന് ചേച്ചി പറയുന്നു. എൽസ ചേച്ചിയുടെ വിലാസം ഇതാ: എൽസ ക്രിസ്റ്റി ബൈ, സുരഭി പെയിൻ